മാറി നിൽക്കുക. ഇവനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. മറ്റവനേക്കാൾ അഭ്യാസിയാണ് ഇവൻ. പറു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല പ്രേംചേട്ടാ. പ്രേംചേട്ടന് വല്ലതും പറ്റിയോ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വാ പോവാം. പ്രിയനുമായി നിനക്കുള്ള എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണം. മനസ്സിൽ പക കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്കിൾ, ആ, അങ്കിള് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ മുക്ത? ടെമ്പററി സ്റ്റാഫായി ജോലി ചെയ്യുന്നവര് പെർമനന്റ് ആകുമ്പോ നമ്മൾ അവർക്ക് 10,000 റുപ്പീസ് സാലറി കൂടുതൽ കൊടുക്കാറുണ്ട്. ഇത്തവണ അതിന് യോഗ്യത നേടിയ ഒരു ലിസ്റ്റാണ് സാറേ. ഇതൊക്കെ എന്നെ എന്തിനാ കാണിക്കുന്നത്? കമ്പനി റൂൾസ് പ്രകാരം എല്ലാം ചെയ്താൽ പോരെ? അതിലൊരു പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം? കഴിഞ്ഞ മാസം കമ്പനിയിലെ എക്സ്പെൻസ് കുറച്ച് കൂടുതലായിരുന്നു. പുതിയ കുറെ മെഷീൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പല സ്റ്റാഫുകൾക്കും ഷോക്ക് അടിക്കുന്നു പറഞ്ഞതുകൊണ്ട് മുഴുവൻ ഇലക്ട്രോണിക് എക്യുപ്മെന്റും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്കിള് സിൽവർ ജൂബിലിക്ക് തുടങ്ങിയ വെൽഫെയർ സ്കീമും മറ്റും കാരണം കമ്പനിക്ക് ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ സ്റ്റാഫുകളുടെ ശമ്പളം കൂട്ടിയ അത് കമ്പനിയെ സാമ്പത്തികമായി വല്ലാതെ ബാധിക്കും സാറേ. അരവിന്ദ് സാറ് കുറെ പുതിയ ഓർഡറുകൾ പിടിച്ചിട്ടുണ്ട്. അതിന് മെറ്റീരിയൽ വാങ്ങാൻ ഇനിയും കുറെ ചെലവാകും. അതിന്റെ കൂടെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടി വന്ന അതും പ്രശ്നമാവും സാറേ. സ്റ്റാഫുകൾക്ക് സാലറി കൂട്ടി കൊടുക്കേണ്ടെന്നല്ല പറയുന്നത്. അതൊരു 6 months വൈകിപ്പിച്ചാ മതി. നീ എന്താ മുക്ത ഈ പറയുന്നത്? കമ്പനിയില് ഫണ്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? കഴിഞ്ഞ മാസമല്ലേ നമ്മള് വലിയൊരു കോൺട്രാക്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തത്. അതിൽ നിന്ന് നല്ലൊരു തുക സാറ് പാറുവിന് എടുത്തു കൊടുത്തില്ലേ? അത് വളരെ ചെറിയൊരു ഷെയർ മാത്രമാ സാറേ. 7 ലക്ഷം എന്ന് പറഞ്ഞാലേ 70 സ്റ്റാഫുകളുടെ ഇൻക്രിമെന്റാ. ഇനിയിപ്പോ സംഭവിച്ചതിനെ കുറിച്ച് തർക്കിച്ചിട്ട് കാര്യമില്ല. കമ്പനിയിലെ സ്റ്റാഫുകൾ നമ്മളെ വിശ്വസിച്ചാണ് ജോലിക്ക് വരുന്നത്. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമുക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ സ്റ്റാഫ് അതിന്റെ ഫലം അനുഭവിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ അവർക്ക് കൊടുത്ത വാക്ക് നിറവേറ്റണം. എല്ലാ സ്റ്റാഫുകൾക്കും കൃത്യമായി ഇൻക്രിമെന്റ് നൽകണം.
പക്ഷെ അങ്കിൾ ഫണ്ടില്ലാതെ എങ്ങനെയാ? ശരി, അങ്ങനെയാണെങ്കിൽ ഇൻക്രിമെന്റ് 6 മാസം കഴിഞ്ഞു കൊടുത്താൽ മതി. ഉം. പക്ഷേ 6 മാസം കഴിഞ്ഞ് ആ കാലയളവിൽ ഇൻക്രിമെന്റായി കിട്ടേണ്ട തുക അവർക്ക് ബോണസായി കിട്ടുമെന്ന് സ്റ്റാഫുകളെ എല്ലാം അറിയിച്ചേക്കും. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ ഡാഡ്. ഓക്കെ അങ്കിൾ. സ്റ്റാഫുകളോട് അവർക്ക് കിട്ടേണ്ട ശമ്പളം കൃത്യമായി കിട്ടുമെന്ന് വ്യക്തമായി പറയണം. ഉം. അവർക്ക് അവകാശപ്പെട്ട ശമ്പളം നമ്മൾ തട്ടിയെടുത്തുവെന്ന് അവർക്ക് തോന്നരുതല്ലോ. ശരി സാർ. ഇനി ഇങ്ങനൊരു അവസ്ഥ കമ്പനിയിൽ ഒരിക്കലും ഉണ്ടാവരുത്. ഫണ്ട്സ് ഉണ്ടാക്കാൻ കൂടുതൽ ഓർഡറുകൾ പിടിക്കുകയും പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്താൽ മതി. ഒരു കാരണവശാലും ഇതുപോലെ സ്റ്റാഫുകളുടെ ശമ്പളം പിടിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. യെസ് അങ്കിൾ. ഓക്കെ. അച്ഛാ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയില്ലേ? തുടങ്ങി. മോളെ ക്ഷണക്കത്ത് എളുപ്പം അടിച്ചു കിട്ടതേ ഉള്ളൂ. നല്ലൊരു ദിവസം നോക്കി അമ്പലത്തിൽ പൂജയ്ക്ക് വെക്കണം. ആ, മോക്കെത്ര ക്ഷണക്കത്തുകൾ വേണ്ടി വരും? ഇപ്പോൾ ഉള്ള അവസ്ഥയില് ഞാൻ ആരെ ക്ഷണിക്കാനാ? എന്താ ഒന്നും പറയാത്തെ? ഒന്നുമില്ല, ഞാൻ എണ്ണം നോക്കിയിട്ട് പറയാം. ശരി. ആ, പിന്നെ ഒരു കാര്യം കൂടെ അച്ഛനെ പറയാനുണ്ട് മോളെ. എന്താ അച്ഛാ? മോളെ, നിനക്ക് ശമ്പളം കിട്ടിയോ? ഇന്ന് കിട്ടും അച്ഛാ. ഇത്തവണ കുറച്ച് കൂടുതൽ കാശ് അയക്കാൻ പറ്റുമോ മോളെ? എന്തിനാ അച്ഛാ? ഒരു വിശേഷം നടക്കാൻ പോകുന്ന വീടല്ലേ, ഒന്ന് വൃത്തിയാക്കി പെയിന്റ് അടിച്ചാലോ എന്ന് കരുതിയാ. എന്താ പറ്റും മോളെ? ബുദ്ധിമുട്ടാന്ന് സാരമില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല അച്ഛാ. ആ, ഇപ്പൊ ഞാൻ ടൈലർ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ശമ്പളം കിട്ടും. ഞാനത് അയച്ചുതരാം. ഉം.